ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് VBA വാരിയബിൾസിനെ കുറിച്ചായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടൈപ്സ് ആൻഡ് കോൺസ്റ്റൻസ് ഇൻ VBA. ഫസ്റ്റ് നമുക്ക് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ. ഈ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ വാരിയബിൾ ഡിക്ലറേഷൻ ടൈമിൽ കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് dim n as integer. അവിടെ ഇൻഡിജർ എന്നത് ഡാറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? n എന്ന വാരിയബിളിനകത്ത് ഇൻഡിജർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അതായത് n-നകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയുടെ ടൈപ്പ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇൻഡിജർ എന്നതാണ് ഡാറ്റ ടൈപ്പ്. ഇതേപോലെ ഇൻഡിജർ അല്ലാതെ വേറെയും ഡാറ്റ ടൈപ്സ് നമ്മൾ VBAക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. വിഷ്വൽ ബേസിക് ക്ലാസിഫൈസ് ഡാറ്റ ടൈപ്സ് into two major categories. That is numeric data types and non-numeric data types. Numeric data types. എന്താണ് numeric data type? Numeric data types are types of data that consist of numbers. നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ് ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 7 ടൈപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ റേഞ്ച് ഓഫ് വാല്യൂസ് ദ ക്യാൻ സ്റ്റോർ. അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ഓഫ് വാല്യൂസിനനുസരിച്ചാണ് ഈ 7 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതേതൊക്കെയാണ്? ബൈറ്റ്, ഇൻഡിജർ, ലോങ്, സിംഗിൾ, ഡബിൾ, കറൻസി ആൻഡ് ഡെസിമൽ. ഇത്രയാണ് 7 ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആയിരുന്നു നമ്മൾ നേരത്തെ യൂസ് ചെയ്തത്. ന്യൂമറിക് ഡാറ്റ ടൈപ്സും അതിൻ്റെ സ്റ്റോറേജും റേഞ്ച് ഓഫ് വാല്യൂസും ആണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബൈറ്റ് ഡാറ്റ ടൈപ്പ്. ബൈറ്റ് ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മാക്സിമം മെമ്മറി എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. അതായത് നമ്മളൊരു വാരിയബിൾ ബൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ dim v as byte എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ v എന്ന വാരിയബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, വാരിയബിളിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. മാക്സിമം 1 ബൈറ്റ് മെമ്മറി മാത്രമേ അവിടെ അലോക്കേറ്റ് ചെയ്യൂ. ഇനി ആ 1 ബൈറ്റ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് റേഞ്ച് ഓഫ് വാല്യൂസിൽ കൊടുത്തിരിക്കുന്നത്. 0 to 255. 0 മുതൽ 255 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ബൈറ്റ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള വാരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അതായത് നെഗറ്റീവ് നമ്പേഴ്സും പറ്റില്ല, അതേപോലെ 255 മുകളിലുള്ള നമ്പേഴ്സും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഈ 0 to 255 വരെ മാത്രമേ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അതായത് ചെറിയ നമ്പേഴ്സ് എല്ലാം വെച്ചിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ബൈറ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തേത് ഇൻഡിജർ ഡാറ്റ ടൈപ്പ്. ഇൻഡിജർ ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മാക്സിമം മെമ്മറി എന്ന് പറയുന്നത് 2 ബൈറ്റ്സ് മെമ്മറിയാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് നമുക്ക് ഇവിടെ കാണാം. -32,768 തൊട്ട് 32,767 വരെയാണ്. അതിന് മുകളിലുള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പർ റേഞ്ച് എന്ന് പറയുന്നത് 32,767. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഇതിലും വലിയ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ലോങ് ഡാറ്റ ടൈപ്പ് ആയിട്ടായിരിക്കും. ഡിക്ലെയർ ചെയ്യുന്നത് ലോങ് ഡാറ്റ ടൈപ്പ് ആയിട്ട്. അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. 4 ബൈറ്റ്സ്. അതിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് അവിടെ കാണാം. വലിയൊരു റേഞ്ചിലുള്ള നമ്പേഴ്സ് തന്നെ നമുക്ക് ഈ ലോങ് ഡാറ്റ ടൈപ്പിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ 3 ഡാറ്റ ടൈപ്പും, അതായത് ബൈറ്റ്, ഇൻഡിജർ, ലോങ്, ഈ 3 ഡാറ്റ ടൈപ്പ് നമ്മൾ സാധാരണ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്, ഉണ്ടല്ലോ, ആ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി പോയിന്റ് ഉള്ള നമ്പേഴ്സ് ഉണ്ടാവും, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ്, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സിംഗിൾ, ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. സിംഗിൾ ഡാറ്റ ടൈപ്പിനകത്ത് 4 ബൈറ്റ്സ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതിലും വലിയ നമ്പേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം.
അവിടെ 8 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ലെങ്ത്തിനനുസരിച്ച് ഏത് ടൈപ്പാണോ യൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ടൈപ്പ് കൊടുക്കാം. അടുത്തത് കറൻസി ഡാറ്റ ടൈപ്പ്. കറൻസി ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അവിടെ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി 8 ബൈറ്റ്സ് ആണ്. നെക്സ്റ്റ് ഡെസിമൽ ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് 12 ബൈറ്റ്സ് ആണ്. 12 ബൈറ്റ്സ്. അപ്പോൾ ന്യൂമറിക് ഡാറ്റ ടൈപ്സിനകത്ത് ഏറ്റവും കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഡെസിമൽ ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെസിമൽ ഡാറ്റ ടൈപ്പ് അത്രയും കൂടുതൽ റേഞ്ചിലുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ 28 ഡെസിമൽ പ്ലേസ് ആണ് വരുന്നത് അവിടെ. അപ്പോൾ അത്രയും ആ റേഞ്ചിലുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡെസിമൽ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ അവിടെ മെമ്മറി വേസ്റ്റേജ് നടക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ഒരു വാരിയബിളിനകത്ത് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിളിനകത്ത് എത്ര വരെ മാക്സിമം നമ്പേഴ്സ് വരാം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതിനനുസരിച്ചാണ് ഏത് ഡാറ്റ ടൈപ്പ് വേണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. അതായത് നമ്പേഴ്സ് അല്ലാത്ത ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാനുള്ള ഡാറ്റ ടൈപ്പാണ് നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. Non-numeric data types are data that cannot be manipulated mathematically using standard arithmetic operators. Arithmetic operators വെച്ച് ഓപ്പറേഷൻ ചെയ്യാത്ത ടൈപ്പ് ഡാറ്റാസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്ട്രിങ്, രണ്ടാമത്തെ ഡേറ്റ്, 3 ബൂളിയൻ, 4 ഒബ്ജക്റ്റ്, 5 വാരിയന്റ്. ഇത്രയും ഡാറ്റ ടൈപ്പാണ് നമ്മൾ നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്സും അതിൻ്റെ സ്റ്റോറേജും റേഞ്ച് ഓഫ് വാല്യൂസുമാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്ട്രിങ് ഫിക്സഡ് ലെങ്ത്. അതായത് ഫിക്സഡ് ലെങ്ത് സ്ട്രിങ്സിൻ്റെ സ്റ്റോറേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ഓഫ് സ്ട്രിങ്, 2 ടൈപ്പ് സ്ട്രിങ് ആണ്, വാരിയബിൾ ലെങ്ത് സ്ട്രിങ്ങും ഫിക്സഡ് ലെങ്ത് സ്ട്രിങ്ങും. സാധാരണ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് dim as സ്ട്രിങ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഫിക്സഡ് ആണോ വാരിയബിൾ ആണോ എന്ന് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളും. ഇപ്പോൾ ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചായിരിക്കും സ്റ്റോറേജ് വരുന്നത്. എത്രയാണോ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അതിനനുസരിച്ചുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇനി അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 to 65,400 ക്യാരക്ടേഴ്സ് ആണ്. മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 65,400 ക്യാരക്ടേഴ്സ് ആണ്. വാരിയബിൾ ലെങ്ത് സ്ട്രിങ്ങിനാണെങ്കിൽ അതിൻ്റെ ലെങ്ത് പ്ലസ് 10 ബൈറ്റ്സ് മെമ്മറിയാണ് അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. എക്സ്ട്രാ 10 ബൈറ്റ്സും കൂടി അവിടെ അലോക്കേറ്റ് ചെയ്യും. അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ബില്യൺ ക്യാരക്ടേഴ്സ് ആണ്. അത്രയും ക്യാരക്ടേഴ്സ് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. ഡേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഡേറ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത് 8 ബൈറ്റ്സ് മെമ്മറിയാണ്. അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത്, ഡേറ്റ് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് മിനിമം റേഞ്ച് January 1st 100, മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് December 31st 9999. ഇതുവരെയുള്ള ഡേറ്റ് മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അടുത്തത് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ബൂളിയൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത് 2 ബൈറ്റ്സ് മെമ്മറിയാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ്. ഒബ്ജക്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എംബഡഡ് ഒബ്ജക്റ്റ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത് 4 ബൈറ്റ്സ് മെമ്മറിയാണ്. നെക്സ്റ്റ് വാരിയന്റ്. വാരിയന്റും സ്ട്രിങ് പോലെ തന്നെ ന്യൂമറിക് വാരിയന്റും ടെക്സ്റ്റ് വാരിയന്റും ഉണ്ട്. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വാരിയന്റ് എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. ന്യൂമറിക് വാരിയന്റ് ആണെങ്കിൽ, അതായത് ന്യൂമറിക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന വാരിയന്റ് ആണെങ്കിൽ അവിടെ 16 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. എനി വാല്യൂ ആസ് ലാർജ് ആസ് ഡബിൾ, അതായത് ഡബിളിന്റെ റേഞ്ച് നേരത്തെ നമ്മൾ കണ്ടതാണ്. അത്രയും റേഞ്ചിലുള്ള വാല്യൂസ് ഈ വാരിയന്റിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വാരിയന്റ് ടെക്സ്റ്റ്. അവിടെ സ്ട്രിങ്ങിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ലെങ്ത് പ്ലസ് 22 ബൈറ്റ്സ് ആണ് എക്സ്ട്രാ കൊടുക്കുന്നത്. അത്രയും മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യും. ഇതിന്റെ വാരിയബിൾ ലെങ്ത് സ്ട്രിങ്ങിന്റെ നമ്മൾ മെമ്മറി റേഞ്ച് ഓഫ് വാല്യൂസ് കണ്ടതാണ്. 2 ബില്യൺ ക്യാരക്ടേഴ്സ്. ആ ഒരു റേഞ്ചിലുള്ള വാല്യൂസ് തന്നെ ഈ ടെക്സ്റ്റ് വാരിയന്റിനകത്തും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂമറിക് ഡാറ്റ ടൈപ്സും നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്സും ആണ് നമ്മൾ പഠിച്ചത്. ന്യൂമറിക് ഡാറ്റ ടൈപ്സിൽ ഏറ്റവും കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഡെസിമൽ ഡാറ്റ ടൈപ്പിനായിരുന്നു, 12 ബൈറ്റ്സ്. നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്സിൽ
വാരിയന്റ് ഡാറ്റ ടൈപ്സിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ന്യൂമറിക്കലും നോൺ ന്യൂമറിക്കലും വെച്ച് ഏറ്റവും കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് വാരിയന്റ് ഡാറ്റ ടൈപ്സിനാണ്. ഓക്കെ, നെക്സ്റ്റ് വാരിയന്റ് ഡാറ്റ ടൈപ്പ്. ഇത് നേരത്തെ വാരിയബിളിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വാരിയന്റ് ഡാറ്റ ടൈപ്പ്. A variant is a data type that can hold any type of data. ഏത് type of data വേണമെങ്കിലും അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. If the data type is not specified, VB will automatically declare the variable as a variant. നമ്മൾ വാരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ VB ഓട്ടോമാറ്റിക്കലി അതിനെ ഡിക്ലെയർ ചെയ്യും. ഏതായിട്ട്? വാരിയന്റ് ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കോൺസ്റ്റൻസ്. A constant is a storage box which can store a value, but the value which you assign to it can't be changed during the execution of the code. അതായത് കോൺസ്റ്റൻസും വാരിയബിൾസും ഒരേപോലെ തന്നെയാണ്. വാരിയബിൾസ് എന്ന് പറയുന്നതും ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. അതിനകത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. കോൺസ്റ്റൻസിനകത്തും അതേപോലെ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു മെമ്മറി ലൊക്കേഷനാണ്, അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, വാരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. പ്രോഗ്രാമിൽ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് കോൺസ്റ്റൻസിനകത്തുള്ള വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി കോൺസ്റ്റൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. വാരിയബിൾസിനകത്ത് നമ്മൾ dim എന്ന കീവേഡാണ് യൂസ് ചെയ്തതെങ്കിൽ കോൺസ്റ്റൻസിനകത്ത് കോൺസ്റ്റ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. Example, const pi as single equal to 3.142. ഡിമിന് പകരം കോൺസ്റ്റ് എന്ന് യൂസ് ചെയ്തു. നെയിം എന്ന് പറയുന്നത് പൈ കൊടുത്തു. നെക്സ്റ്റ് ആസ് കീവേഡ്. അടുത്തത് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്താണ് ഇവിടെ കൊടുത്തത്? സിംഗിൾ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്സ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു സിംഗിൾ ആൻഡ് ഡബിൾ ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ 3.142 എന്ന് പറയുന്നത് ചെറിയൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. അതുകൊണ്ട് സിംഗിൾ യൂസ് ചെയ്താൽ മതി. ലെങ്ത് കൂടുതലുള്ളതിന് മാത്രം ഡബിൾ യൂസ് ചെയ്താൽ മതി. കോൺസ്റ്റ് പൈ ആസ് സിംഗിൾ ഈക്വൽ ടു 3.142 അവിടെ തന്നെ അസൈൻ ചെയ്തിരിക്കുവാണ്. എന്തുകൊണ്ടാണ്? വാരിയബിളിന്റെ പോലെ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. ഒരു പ്രാവശ്യം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അത് ഡിക്ലറേഷൻ ടൈമിൽ തന്നെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കോൺസ്റ്റ് പൈ ആസ് സിംഗിൾ ഈക്വൽ ടു 3.142 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാം ത്രൂ നമുക്ക് എവിടെ പൈ യൂസ് ചെയ്താലും അതിന്റെ വാല്യൂ 3.142 തന്നെയാണ് വേണ്ടത്. എവിടെ വെച്ച് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ലിറ്ററൽസ്. Literal is a value that is expressed as itself rather than as a variable value or the result of an expression such as the number 3 or the string hello. അതായത് നമ്മൾ മെമ്മറി ലൊക്കേഷനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ്, അത് വാരിയബിൾ ത്രൂ ആവാം, അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ത്രൂ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പ്രഷൻ്റെ റിസൾട്ട് ത്രൂ ആവാം. എങ്ങനെയാണെങ്കിലും സ്റ്റോർ ചെയ്യുന്ന ആ ഒരു വാല്യൂ, അതിനെയാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്പർ 3, അതല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഹലോ, അതും അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ 45.55, അതും അല്ലെങ്കിൽ ഒരു ഡേറ്റ് 15/1/2020. ഇതിനൊക്കെ നമുക്ക് ലിറ്ററൽസ് എന്ന് പറയാം. ഈ ലിറ്ററൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഏത് ടൈപ്പ് ആണെന്ന്, അതായത് നമ്മൾ വാരിയബിൾസും കോൺസ്റ്റൻസും പറയുമ്പോൾ ആ വാരിയബിൾ നെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻസ് നെയിം ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനകത്തുള്ള വാല്യൂം കൂടി നമുക്ക് ഏത് ടൈപ്പ് ആണെന്ന് കൊടുക്കാൻ പറ്റും. അതിനുള്ള 2 മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. ബൈ അപ്പെൻഡിങ് എ ടൈപ്പ് ക്യാരക്ടർ ടു ഇറ്റ്, അതല്ലെങ്കിൽ ബൈ പ്ലേസിങ് ഇറ്റ് വിത്തിൻ എൻക്ലോസിങ് ക്യാരക്ടേഴ്സ്. ടൈപ്പ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റ് എസ് ആസ് സിംഗിൾ ഈക്വൽ ടു 45.55. അതായത് ഒരു കോൺസ്റ്റന്റ് അവിടെ ഡിക്ലെയർ ചെയ്തത് എസ് എന്നത് സിംഗിൾ ആണ്, സിംഗിൾ ഡാറ്റ ടൈപ്പ് ആണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 45.55 ആണ്. ആ 45.55 എന്നത് ഒരു സിംഗിൾ വാല്യൂ ആണെന്ന് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാനാണ് അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടറിനെയാണ് നമ്മൾ ടൈപ്പ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ
അവിടെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യും 45.55 എന്നത് ഒരു സിംഗിൾ വാല്യൂ ആണെന്ന്. അതേപോലെ ബൈ പ്ലേസിങ് ഇറ്റ് വിത്തിൻ എൻക്ലോസിങ് ക്യാരക്ടേഴ്സ്, രണ്ട് ക്യാരക്ടേഴ്സിന് ഇടയിൽ നമ്മൾ വാല്യൂ പ്ലേസ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റ് ഡി ആസ് ഡേറ്റ്. ഒരു ഡേറ്റ് ആണ് 15/1/2020. അത് ഡേറ്റ് ആണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ഫ്രണ്ടിലും ബാക്കിലും എന്ത് കൊടുത്തിരിക്കുന്നത്, ഹാഷ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹാഷ് സിമ്പിൾ വെച്ച് എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡേറ്റ് ആണെന്നാണ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിറ്ററൽസിനകത്ത് എക്സ്ക്ലമേഷൻ മാർക്കും അതേപോലെ ഹാഷ് സിമ്പിൾ എൻക്ലോസ് ചെയ്യുന്നതും എന്തിനാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഡാറ്റ ടൈപ്സ് ഒക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ബൂളിയൻ ഡാറ്റ ടൈപ്പും ബൈറ്റ് ഡാറ്റ ടൈപ്പിനും എൻക്ലോസിങ് ക്യാരക്ടറോ ടൈപ്പ് ക്യാരക്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഡേറ്റ് ഡാറ്റ ടൈപ്പ് എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഷ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അത് നേരത്തെ എക്സാമ്പിളിൽ കണ്ടതാണ്. ഇവിടെ വീണ്ടും ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഹാഷ് 12/10/2020 ഹാഷ്. രണ്ട് ഹാഷ് സിമ്പിൾ വെച്ചിട്ട് അതിനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡെസിമൽ. ഡെസിമൽ വാല്യൂ ആണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എന്നോ @ എന്നുള്ള ക്യാരക്ടർ ടൈപ്പ് ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻക്ലോസ് ചെയ്യല്ല, ടൈപ്പ് ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്, എൻക്ലോസിങ് ക്യാരക്ടർ ഇല്ല. 2.345678 എന്ന നമ്പർ ഒരു ഡെസിമൽ നമ്പർ ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എൻഡിൽ ഡി എന്ന് ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ലാസ്റ്റ് @ എന്ന സിമ്പിൾ ആഡ് ചെയ്യാം. ഡി അല്ലെങ്കിൽ @ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, എൻക്ലോസ് ചെയ്യാനല്ല, ടൈപ്പ് ക്യാരക്ടറായിട്ട്. നെക്സ്റ്റ് ഡബിൾ. ഡബിളിന് എൻക്ലോസിങ് ക്യാരക്ടർ ഇല്ല, ടൈപ്പ് ക്യാരക്ടറായിട്ട് ക്യാപിറ്റൽ ആറും അല്ലെങ്കിൽ ഹാഷ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഹാഷ് സിമ്പിൾ എൻക്ലോസിങ് ക്യാരക്ടറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഡേറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് ഹാഷ് സിമ്പിൾ പറയുന്നത്. ഇപ്പോൾ ഒരു നമ്പറിന്റെ ലാസ്റ്റ് മാത്രം ഹാഷ് സിമ്പിൾ കാണുവാണെങ്കിൽ അതിന്റെ മീനിങ് അതൊരു ഡബിൾ വാല്യൂ ആണെന്നാണ്. രണ്ട് സൈഡും ഫ്രണ്ടിലും എൻഡിലും ഹാഷ് സിമ്പിൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മീനിങ് അതൊരു ഡേറ്റ് വാല്യൂ ആണെന്നാണ്. രണ്ടും മാറിപ്പോകരുത്. ഇപ്പോൾ ഡബിൾ വാല്യൂ ആണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. 3.145678 ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡബിൾ വാല്യൂ ആണ്. അതല്ലെങ്കിൽ 3.145678 ഹാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ മീനിങ് അതൊരു ഡബിൾ വാല്യൂ ആണെന്നാണ്. നെക്സ്റ്റ് ഇൻറ്റിജർ. ഇൻറ്റിജറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഐ ഓർ പെർസെൻറ്റേജ് ഇതാണ് യൂസ് ചെയ്യുന്നത്. 32,000 ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതല്ലെങ്കിൽ 32,000% എന്ന് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ മീനിങ് അതൊരു ഇൻറ്റിജർ വാല്യൂ എന്നാണ്. അടുത്തത് ലോങ്. ലോങ് റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ എൽ ഓർ ആംപർസൻഡ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് സിമ്പിൾ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 40,000 എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലോങ് വാല്യൂ ആണ്. അതല്ലെങ്കിൽ 40,000 ആംപർസൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതൊരു ലോങ് വാല്യൂ ആണ്. നെക്സ്റ്റ് സിംഗിൾ. സിംഗിളിന് നേരത്തെ കണ്ടു, എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ക്യാപിറ്റൽ എഫും യൂസ് ചെയ്യാൻ പറ്റും. 3.14 എഫ് എന്ന് പറഞ്ഞാലും 3.14 എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാലും അതിന്റെ മീനിങ് അതൊരു സിംഗിൾ വാല്യൂ ആണെന്നാണ്. അടുത്തത് സ്ട്രിങ്. സ്ട്രിങ്ങിനും എൻക്ലോസിങ് ക്യാരക്ടർ ആണ് വരുന്നത്, ഡബിൾ കോട്ട്. സ്ട്രിങ്ങിനും ഡേറ്റിനും മാത്രമാണ് എൻക്ലോസിങ് ക്യാരക്ടർ വരുന്നത്, ബാക്കിയെല്ലാം ടൈപ്പ് ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ കോട്ട് രണ്ട് സൈഡും യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫ്രണ്ടും എൻഡിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് അതൊരു സ്ട്രിങ് ആണെന്നാണ്. കോപ്പ എന്നുള്ളതിന്റെ ഫ്രണ്ടിലും എൻഡിലും ഡബിൾ കോട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് സ്ട്രിങ് വാല്യൂ ആണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ഇനൂമറേറ്റഡ് ഡാറ്റ ടൈപ്സ്. നേരത്തെ കുറെ ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ന്യൂമറിക് ഡാറ്റ ടൈപ്സും നോൺ ന്യൂമറിക് ഡാറ്റ ടൈപ്സും. ഇത് പുതിയൊരു ടേമാണ് ഇനൂമറേഷൻ. എന്താണെന്ന് നോക്കാം. If you have a set of unchanging values that are logically related to each other, you can define them together in an enumeration. അതായത് സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ, കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺചേഞ്ചിങ് വാല്യൂസ്, ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് ഉണ്ട്, അതെല്ലാം ലോജിക്കലി റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഇനൂമറേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. You can then use the enumeration members in many places in your code. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള മെമ്പേഴ്സ്, അതായത് കുറെ കോൺസ്റ്റൻസിന് ഒരുമിച്ചാണ് നമ്മൾ ഇനൂമറേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതിനകത്തുള്ള ആ ഓരോ മെമ്പേഴ്സിനെ നമുക്ക് കോഡ് ത്രൂ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. An enumeration has a name, an underlying data type and a set of members.
ആ ഇനോമറേഷന് ഒരു നെയിം ഉണ്ടാവും, ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പിന് ഒരു നെയിം ഉണ്ടാവും. അതുപോലെ അതിനകത്ത് സെറ്റ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും. The enum statement can declare the data type of a enumeration. അതായത് ഇനോമറേഷനകത്തുള്ള ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇനോം എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനോം എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഇനോമറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻഡിജർ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ വേരിയന്റ് ഡാറ്റ ടൈപ്പ് ഇതൊക്കെ സിസ്റ്റത്തിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പാണ്. അതേപോലെ നമുക്ക് യൂസറിന് ഡിഫൈൻ ചെയ്യാം, പുതിയൊരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇനോം കീവേഡ്. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ VBAക്കകത്ത് എങ്ങനെയാണ് ഇനോമറേഷൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് മോഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ നേരത്തെ റിക്വയർ വാരിയബിൾ ഡിക്ലറേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇനോം ഡാറ്റ ടൈപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനോമറേഷന് വേണ്ടിയിട്ട് ഇനോം എന്നുള്ള ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുക, ഇനോം. ഇനി ഇതിനകത്ത് ഞാനൊരു ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള ഒരു പുതിയ ഡാറ്റ ടൈപ്പാണ് ഇനോമറേഷനായിട്ട് കൊടുക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി അതിനകത്തുള്ള മെമ്പേഴ്സ് കൊടുക്കാം. ഇനോം എന്നുള്ള കീവേഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള ആ ഡാറ്റ ടൈപ്പിന്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെമ്പർ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടൊരു നെയിം കൊടുത്തു. അതിനകത്ത് ഫിനാൻസിനകത്തുള്ള ടോട്ടൽ സെയിൽസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് 15,000. നെക്സ്റ്റ് HR സെക്ഷനിൽ 21,000. സെയിൽസിനകത്ത് 45,000. ഇത്രയും മെമ്പേഴ്സ് കൊടുത്തു. ലാസ്റ്റ് ആൻഡ് ഇനോം. ഓക്കെ. ഇപ്പോൾ ഡിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെച്ച് ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം വാരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം പുതിയൊരു ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സബ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യണം. ഒരു സബ് പ്രൊസീജിയറിൻ്റെ നെയിം കൊടുക്കുന്നത് ഇനോം എക്സാമ്പിൾ എന്നുള്ള ഒരു നെയിമാണ് കൊടുക്കുന്നത്, ഇനോം എക്സാമ്പിൾ. ഇനി അതിനകത്ത് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള ടൈപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കാര്യം സെറ്റ് ചെയ്യാണ്. എക്സലിനകത്ത് പോയിട്ട് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് സെയിൽസ് അല്ലെ. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തത് ഫിനാൻസ് ആയിരുന്നു. നെക്സ്റ്റ് കൊടുത്തത് HR, അടുത്ത സെയിൽസ്. അതിന് ടോട്ടൽ സെയിൽസ് ഇവിടെ വരണം. അതിനുള്ള കോഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കോഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വാല്യൂസ് വരാൻ പോകുന്നത്. ഓക്കെ. വീണ്ടും VBAക്കകത്ത് പോവാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വാല്യൂ, അതായത് ഈ സെല്ലിനകത്ത് ഫിനാൻസിന് കറസ്പോണ്ട് ഫിനാൻസിന്റെ ടോട്ടൽ സെയിൽസ് ഇവിടെ കാണിക്കണം. കോഡ് ത്രൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂസ് വരണമെന്നുണ്ടെങ്കിൽ ഈ സെൽ അഡ്രസ് എത്ര, B2 ആണല്ലോ. അപ്പോൾ B2കകത്താണ് വാല്യൂ വരേണ്ടത്. റേഞ്ച് ഓഫ് B2 ഡോട്ട് വാല്യൂ ഇങ്ങനെ വരുന്നതിനാണ് താഴോട്ടൊരു ഇവിടെ വരുന്നുണ്ടല്ലോ, ലിസ്റ്റ് വരുന്നുണ്ടല്ലോ, ഇതിന് പറയും ഇന്റലിജൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ VA ടൈപ്പ് ചെയ്യുമ്പോൾ VAയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വാല്യൂസും അവിടെ കാണിക്കും. നെക്സ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടാബ് കീ അടിച്ചാൽ മതി. B2 ഡോട്ട് വാല്യൂ ഈക്വൽ ടു വേണ്ടത് ഏതായിരുന്നു, ഫിനാൻസിനകത്തുള്ള സെയിൽസിൻ്റെ ഈ വാല്യൂ ആണ് ഇവിടെ വരേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ളതാണ് എന്ത് നമ്മളെ ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സിനകത്തുള്ള ഫിനാൻസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഇന്റലിജൻസ് വന്നിട്ടുണ്ടാവും. ഫിനാൻസ്, HR, സെയിൽസ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അതിന് ഫിനാൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം.
വന്നിട്ടുണ്ടാവും. ഇവിടെ 15,000 ഇവിടെ വന്നിട്ടുണ്ട്. ആ കോഡ് റൺ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ 15,000 വന്നു. നെക്സ്റ്റ് അടുത്ത കോഡ് കൊടുക്കുവാണ്. റേഞ്ച് ഓഫ് B2 അല്ല, B3 എന്ത് വരണം? ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്സ്. കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വന്നോളും. അതിനകത്തുള്ള HR കൊടുക്കുക. ടാബ് കീ അടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ട് ഉണ്ടാവും. റേഞ്ച് ഓഫ് അടുത്ത B4 ടോട്ടൽ വാല്യൂ ഈക്വൽ ടു കൺട്രോൾ സ്പേസ് എടുക്കുക. DEP അടിച്ച് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാവും. സെയിൽസ്. ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ എന്തായിട്ടുണ്ടാവും? ആ വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ടാവും. എക്സലിനകത്ത് ആ കോഡ് ത്രൂ വാല്യൂസ് വന്നിട്ടുണ്ടാവും. അതായത് ഇനോം എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള മെമ്പേഴ്സ്, ഫിനാൻസ്, HR, സെയിൽസ്, അതിനെല്ലാം ഒരു വാല്യൂസ് സെറ്റ് ചെയ്തു. കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഇതിനെല്ലാം ഇത്രയാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ഓരോ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പ് കോൾ ചെയ്താൽ മതി. അതിനകത്തുള്ള മെമ്പേഴ്സിന് ഡോട്ട് ഇട്ട് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് വാല്യൂസ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്ത് എവിടെയാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ആ സ്റ്റോർ ചെയ്യേണ്ട വാരിയബിൾ അല്ലെങ്കിൽ സെല്ലോ ഏതാണെന്ന് വെച്ചാൽ അവിടത്തോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.